ആദ്യമായി ഞാനൊരു സാഹിത്യകൃതി സോഫ്റ്റ് കോപ്പിയിൽ വായിച്ചു. പല്ലാങ്കുഴി. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാഹിത്യ സൃഷ്ടിയെ അവലോകനം ചെയ്യാനും മാത്രം ആളൊന്നുമല്ല ഞാൻ. എന്നിട്ടും കൃഷ്ണപ്രിയ എന്ന യുവ എഴുത്തുകാരി എന്നെ വിശ്വസിച്ച് അവരുടെ ആദ്യ നോവൽ വായിക്കാനുള്ള അവസരം എനിക്ക് നൽകി. ജൂൺ 12-ന് തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചാണ് പുസ്തകം ഔദ്യോഗികമായി പ്രകാശനം ചെയ്തത്. ആ സമയം ഞാൻ കേരളത്തിൽ ഇല്ലാതിരുന്നതിനാൽ തൊട്ടടുത്ത ദിവസം തന്നെ കൃഷ്ണപ്രിയ നോവലിന്റെ സോഫ്റ്റ് കോപ്പി എനിക്ക് അയച്ചു തന്നു. അല്ലെങ്കിൽ ഒരു ഹാർഡ് കോപ്പി പതിപ്പ് നേരിട്ട് കൈമാറേണ്ടതായിരുന്നു. ആവശ്യത്തിന് സാഹിത്യം ചേർത്ത് തീരെ വലിച്ചു നീട്ടാതെ എന്നാൽ ഒട്ടും തന്നെ അർത്ഥം ചോർന്നു പോകാതെ വളരെ മനോഹരമായി എഴുതി അവസാനിപ്പിച്ചിരിക്കുന്ന 7 കഥകൾ. അടയാളം, കളിപ്പാവകളുടെ അന്ത്യചുംബനം, ജ്യോതിഷ് വനജ, പല്ലാങ്കുഴി, മാനുഷിയും അയാളും തമ്മിൽ, രതിയുടെ മണം, ലിൻഡ. വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അഭിനന്ദിക്കാനായി ഞാൻ എഴുത്തുകാരിക്ക് മെസ്സേജ് അയച്ചു. അപ്പോഴാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും യഥാർത്ഥമാണെന്നും അവർ കൃഷ്ണപ്രിയയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണെന്നുള്ള കാര്യം എന്നോട് പങ്കുവച്ചത്. ഓരോ കഥയും സ്വന്തം ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയതാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആ കഥകളൊക്കെ അല്പം കൂടി എനിക്ക് കണക്റ്റായി. അതിൽ ജ്യോതിഷ് വനജയിലെ ജ്യോതിഷ് ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന വസ്തുത എന്നെ ഇപ്പോഴും വല്ലാതെ അലട്ടുന്നു. വളരെ നന്ദി കൃഷ്ണപ്രിയ, നിങ്ങളുടെ ആദ്യ കൃതി വായിക്കാൻ ഒരു അവസരം തന്നതിന്. ഇത്രയും ശക്തവും ചലനാത്മകവുമായ അരങ്ങേറ്റത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു തുടക്കം മാത്രമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജ്യോതിഷ് വനജയിലെ കൃഷ്ണ ജ്യോതിഷിനോട് പറഞ്ഞതുപോലെ ഒരുപാട് ബഹുമാനം തോന്നുന്നു. താൻ കൂടുതൽ എഴുതണം. വ്യത്യസ്തമായ ഭാവനാലോകങ്ങൾ വായനക്കാരിൽ സൃഷ്ടിക്കുമ്പോഴാണ് എഴുത്തുകാർ വ്യത്യസ്തമാകുന്നത്.